മാലാപാർവതി വീണ്ടും വിവാദ പരാമർശമായിട്ട് വന്നിരിക്കുകയാണ്. വിൻസിയുടെ കാര്യത്തിനകത്ത് ഷൈൻ ടോം ചാക്കോയെ ന്യായീകരിച്ചാണ് ആദ്യം വന്നത്. വീണ്ടും ആ ന്യായീകരണത്തിന് വേറൊരു രീതിയിലേക്ക് പറഞ്ഞുകൊണ്ടാണ്. ബ്ലൗസ് മാറാൻ പോകുമ്പോൾ കൂടെ വരട്ടെന്ന് ചോദിക്കുമ്പോൾ പോടാന്ന് പറഞ്ഞാൽ മതി എന്നാണ് മാലാപാർവതി പറയുന്നത്. മാലാപാർവതിക്ക് അത്രേ ഉള്ളതായിരിക്കും അത് കാര്യങ്ങൾ. പക്ഷേ എല്ലാവർക്കും അങ്ങനെ അല്ലല്ലോ. തീർച്ചയായിട്ടും മാലാപാർവതി വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ഇതിനെയൊക്കെ പറയുന്നത്. അത് എന്താണ് അവരിങ്ങനെ പറയുന്നത് മനസ്സിലാവുന്നില്ല. അവരൊരു സാമൂഹ്യ പ്രവർത്തക കൂടിയാണ്. ഒരു നടി എന്നതിലുപരി അവർ സാമൂഹ്യ പ്രവർത്തക എന്ന പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത്. സ്വാഭാവികമായും ഇവർ ഇത്തരത്തിൽ ബ്ലൗസ് മാറാൻ കൂടെ വരട്ടെ എന്ന് പറയുമ്പോൾ പോടാ എന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് പോയാൽ മതി, അല്ലാതെ ഭയങ്കര സംഭവമായിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇതൊന്നും വലിയ ഇതാക്കണ്ട എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇവരുടെ മൈൻഡായിരിക്കുമോ മറ്റൊരു യുവതിക്കോ, അല്ലെങ്കിൽ ഇവർ കുറച്ച് പ്രായമായ സ്ത്രീയാണ്, ഒരു ചെറുപ്പക്കാരിയായ ഒരു 23 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ആ ഒരു ഫീലിൽ അങ്ങനെ കാണാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ പ്രിയനെ? ഒരിക്കലും ഇല്ല. അവർക്ക് ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. പക്ഷേ എങ്കിലും അവർക്ക് നേരെ വരുന്ന ഒരു അനുചിതമായിട്ടുള്ള ഒരു പരാമർശമോ ഒരു പ്രവൃത്തിയോ ഒക്കെ ആണെങ്കിൽ സ്ത്രീകൾ സ്വാഭാവികമായിട്ട് ശക്തമായ രീതിയിൽ പ്രതികരിക്കും. അത് ചെറിയ നോട്ടമായാലും ശരി തന്നെ അവർ അത് തടയാനേ ശ്രമിക്കുകയുള്ളൂ, അവർ പ്രതിരോധിക്കാൻ തന്നെ ശ്രമിക്കും. പക്ഷെ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലാപാർവതിക്ക് അതൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഞാൻ പോടാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും, അത്രയേ ഉള്ളൂ എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാലാപാർവതിയെ പോലെ അല്ല ബാക്കിയുള്ളവർ. അതായത് അവർ ഇങ്ങനെ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി ഇത്തരം ഒരു സിറ്റുവേഷനിൽ, അതും ലഹരി ഉപയോഗിച്ചിട്ട് ഒരാൾ ഇരിക്കുന്നു, അയാളിരുന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അവര് ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാവും, അവർക്കൊരു ഭയപ്പാടുണ്ടാവും. അവിടെ സുരക്ഷിതത്വത്തിന്റെ ഒരു പ്രശ്നമില്ലേ? അത് മാത്രമല്ല, ഇതുപോലെ ഒരുത്തൻ ഒരു വഷളൻ ചോദ്യം ചോദിക്കുമ്പോൾ ഇത് കണക്ക് പോടാന്നൊക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞാൽ അവൻ നാളെ ഇതിന്റെ അപ്പുറത്തായിരിക്കും ചോദിക്കുന്നത്. പ്രവൃത്തി എന്താവും പറയാൻ പറ്റത്തില്ല. അപ്പൊ അത് ഈ രീതിയിൽ അതിനെ ഒരിക്കലും അങ്ങനെ കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ സ്ത്രീ എന്ന നിലയിൽ അവർ പറഞ്ഞത് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല അതിനോട്. ശരിക്കും സ്ത്രീ സംഘടനകളൊക്കെ ഇക്കാര്യത്തിൽ പ്രതികരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ മഹിളാ അസോസിയേഷൻ അടക്കം അങ്ങനെയൊക്കെയുള്ള സംഘടനകൾ ഇക്കാര്യത്തിൽ വനിതാ കമ്മീഷനൊക്കെ ഇടപെടേണ്ട ഒരു കേസാണ്. കാരണം ഇത് ആ ഒരു മോശം പരാമർശം എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഇതിനകത്ത് വേറൊരു കാര്യം എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ, മാലാപാർവതി എന്ന് പറയുന്ന നടി ഇല്ലെങ്കിൽ അവരൊരു സാമൂഹ്യ പ്രവർത്തകയായിട്ടും എഴുതാറൊക്കെ ഉള്ള ആളാണല്ലോ. വിശാലമായ ചിന്തയും കാര്യങ്ങളും ഒക്കെ ഉള്ളതിനും ഓരോരുത്തരുടെ സ്വാതന്ത്ര്യം, ഓരോരുത്തരുടെ അഭിമാനം, നമുക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാനമാണ് എന്നുള്ളതാണ്. അവരുടെ സ്വാഭിമാനമാണ്. ആ അഭിമാനത്തിന് കോട്ടം വരുത്തുന്ന രീതിയിലാണ് ഒരാൾ സംസാരിക്കുന്നത്. ഇപ്പോട്ടെ, വേറൊരു കാര്യം, നമ്മളുടെ സുരക്ഷിതത്വം, സ്ത്രീയുടെ സുരക്ഷിതത്വം, ആ സുരക്ഷിതത്വത്തെ ബാധിക്കുന്നു. ഇല്ലെങ്കിൽ സുരക്ഷിതത്വം എന്ന് പറഞ്ഞ ഒരാളുടെ നിലനിൽപ്പാണ്. ആ വ്യക്തി നിലനിൽക്കണോ വേണ്ടത്. സുരക്ഷിതത്വത്തിന് പാളിച്ച വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആക്രമണമാണ് അടുത്തുണ്ടാകാൻ സാധ്യതയുള്ളത് എന്നുള്ള ഭയം ഒരു പെൺകുട്ടിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അവൾ അസ്വസ്ഥയാവും. അവർക്ക് കലാപരമായിട്ടുള്ള പ്രവൃത്തിയാണ് അവിടെ ചെയ്യേണ്ടത്, അതിൽ ശ്രദ്ധ കൊടുക്കാൻ കഴിയില്ല. പിന്നെ അവളുടെ പെർഫോമൻസിനെ അത് ബാധിക്കും, അവളുടെ ജീവിതത്തെ അത് ബാധിക്കും. ഇത്തരത്തിൽ ഒരു സ്ത്രീ അങ്ങേയറ്റം സുരക്ഷിതത്വത്തെ വെല്ലുവിളിക്കുന്ന, അല്ലെങ്കിൽ ആക്രമണത്തിന് തൊട്ട് മുമ്പുള്ള അവസ്ഥയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അവർ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്ത, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിനെ വരെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോഴത്തേക്കും പോടാന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് അടുത്ത സീൻ എടുക്കാം, എനിക്ക് അടുത്ത ഷോട്ട് എടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് പോകാൻ കഴിയുന്ന രീതിയിലല്ല. മാലാപാർവതിക്ക് ഒരു പക്ഷേ അത് പറ്റുമായിരിക്കും. പക്ഷേ എല്ലാവർക്കും അങ്ങനെയല്ല. അവർ അതിനെ പ്രതികരിക്കും, കൃത്യമായിട്ടുള്ള നിലപാടും എടുക്കും. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ലോറി ഇടിക്കാതെയും ബസ് ഇടിക്കാതെയും പോകത്തില്ലേ, അതുപോലെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഫ്ലെക്സിബിളായി ഒഴിഞ്ഞു മാറണമെന്ന് പറയുന്നത്. ഇതും റോഡ് ക്രോസ് ചെയ്യുന്നതായിട്ട് എന്ത് ബന്ധമാണുള്ളത്? താരതമ്യത്തിന്റെ ഒരു നിലവാരമില്ലായ്മയാണ്. റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ അപകടകരമായ അവസ്ഥയിൽ, അതായത് നമ്മളിപ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ വണ്ടി വന്ന് ഇടിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ എന്ത് മുൻകരുതൽ എടുക്കുന്നത്, അത് വേറൊരു തലമാണത്. അതൊരു കുറ്റപ്പെടുത്തലല്ലേ? അത് അശ്രദ്ധമായിട്ട് റോഡ് ക്രോസ് ചെയ്യുന്നതിനെ പറയുന്ന പോലെയാണ് ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടാകുന്ന പെരുമാറ്റ ദൂഷ്യത്തിന്, ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടാകുന്ന വൃത്തികെട്ട പെരുമാറ്റത്തിന് ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും പറയുന്നത്. അത് എന്ത് നീതിബോധമാണ് ഇവരെ നയിക്കുന്നത് എന്നുള്ളതാണ്. അതെ അതെ അതെ, എത്ര നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ഇതിനെ പറയുന്നത്. അത് ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇത് ഇങ്ങനെ പെൺകുട്ടികൾ ഇങ്ങനെ ഉണങ്ങിയാൽ എന്ത് ചെയ്യോ, ബ്ലൗസ് മാറുന്നു, വലിയ സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെയൊക്കെ ഇങ്ങനെ നിസ്സാരവൽക്കരിക്കുന്ന ഈ ഒരു അവസ്ഥ ഒരു വല്ലാത്ത ദയനീയം തന്നെയാണ്. അവർ ഇത്ര നാൾ പറഞ്ഞിരുന്ന പുരോഗമനവും ഈ പറയുന്ന വിശാല രാഷ്ട്രീയ ബോധവും ലിബറൽ ചിന്തകളും മനുഷ്യന്റെ അന്തസ്സും സ്വാഭിമാനവും ഒക്കെ എവിടെ പോയി? പെട്ടെന്നില്ലാതായോ? അതോ ഈ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം ആൾക്കാരെയൊക്കെ സംരക്ഷിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുകയാണോ ഈ നിലപാടിലൂടെ? ഒരു ബന്ധുവിനോ ആർക്കെങ്കിലുമാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാവുന്നെങ്കിൽ ഇവർ ഇതുപോലെ തന്നെ പറയുമെന്ന് സംശയിക്കേണ്ടി.
തീർച്ചയായും. അപ്പൊ ഈ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് തോന്നുന്നു, അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് സിനിമയിലെ ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മുന്നോട്ടുള്ള തന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണോ ഇത്തരം കേവലമായ അല്ലെങ്കിൽ വിലകെട്ട ന്യായീകരണങ്ങൾ നടത്തുന്നതെന്ന് തോന്നുന്നുണ്ട്? തീർച്ചയായും അത് തന്നെ. ഈ വിലകെട്ട ന്യായീകരണങ്ങൾക്ക് ഉത്തരം അത് തന്നെയാണ് പ്രിയൻ. കാരണം ഇവർക്ക് വല്ലാത്ത ഭയപ്പാടുണ്ട്. കാരണം ഇവർക്ക് ഒരേ ടൈപ്പ് കഥാപാത്രങ്ങളാണ് സിനിമയിൽ കിട്ടുന്നത്. ഇപ്പോൾ ഒരു ഡോക്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു അമ്മ വേഷമോ വന്നു പോകുന്നതായിട്ടുള്ള ചില കഥാപാത്രങ്ങളാണ് കിട്ടുന്നത്. ഇവർക്ക് ഇതുവരെയും ഒരു ബ്രേക്ക് നൽകുന്ന ഒരു കഥാപാത്രമൊന്നും സിനിമയിൽ ഇതുവരെ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രിയന് തോന്നുന്നുണ്ടോ അങ്ങനെ? എനിക്കും അങ്ങനെ തോന്നുന്നില്ല. കാരണം പ്രസക്തമായ കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ ശേഷിയുള്ള ആളാണ്. കലാപാർവതിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാരക്ടറെ വ്യക്തമായിട്ട് അഭിനയിക്കാനും അത് ഫലിപ്പിക്കാനും നാച്ചുറലായി തന്നെ അഭിനയ രംഗത്ത് പെർഫോം ചെയ്യാനും കഴിയുന്നവരാണ്. അവർക്ക് അത് കിട്ടേണ്ടതുമാണ്. നല്ല വേഷങ്ങൾ പ്രാധാന്യം അർഹിക്കുന്ന, എന്നാൽ സിനിമകളിൽ ഒരു അമ്മ വേഷത്തിന് സ്കോപ്പുള്ള ഒരു നടിയാണ്. അതെ. പക്ഷെ അത് മാത്രമല്ല, ഒരു കലാകാരൻ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ മുമ്പ് നമ്മൾ ഇന്ദ്രൻസിനെ എടുക്കുന്നു, അല്ലെങ്കിൽ ഇന്നസെന്റിനെയൊക്കെ എടുക്കുന്നു. എത്ര ഗംഭീരമായിട്ടുള്ള വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നസെന്റ് പോട്ടെ, ഇന്ദ്രൻസിന്റെ കാര്യം വന്നോട്ടെ, സാധാരണ ഒരു സൈഡ് കോമഡി നടനിൽ നിന്നും ന്യൂജനിലേക്ക് ഒരു ഏറ്റവും ഗംഭീരമായിട്ടുള്ള ദേശീയ അവാർഡ് കിട്ടുന്ന ഏറ്റവും നല്ല പെർഫോമൻസിലേക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. പാലപാർവതിക്കും അത്തരം ശേഷിയൊക്കെ ഉണ്ട്. അവര് കേന്ദ്രീകരിച്ചൊരു നല്ല സിനിമ എടുക്കുകയാണെങ്കിൽ ഒരു സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ എല്ലാ കഴിവുകളും അവരിൽ കൃത്യമായിട്ടുണ്ട്. ആ പറയുന്ന രീതിയിൽ അഭിനയിച്ചതിനെല്ലാം പ്രതിഫലിപ്പിക്കാൻ അവർക്ക് കഴിയുന്ന ആളുമാണ്. പക്ഷേ ഈ നിലപാട് അവരുടെ അതിനൊക്കെ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു എന്തെങ്കിലും അങ്ങനെ ഒരു സ്ഥാനം വരാൻ ഇരിക്കുന്നു, അതിന് ഒരു തടസ്സമാകരുത്, ഞാൻ ശക്തമായ നിലപാടെടുത്ത് നമ്മുടെ പാർവതി തിരുവോത്തൊക്കെ എടുത്തതുപോലെ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ആക്രമിക്കപ്പെടുമോ, ചാൻസ് നഷ്ടമാകുമോ, സിനിമയിൽ നിന്ന് പുറത്താകുമോ, അന്യവൽക്കരിക്കപ്പെടുമോ, അരികുവൽക്കരിക്കപ്പെടുമോ എന്നുള്ള ഭയപ്പാടോടുകൂടിയാണ് നിലപാടെടുക്കുന്നതെങ്കിൽ അത് അസ്തിത്വമില്ലായ്മയാണ് എന്ന് മാത്രമേ ആ കാര്യത്തിനകത്ത് എനിക്ക് പറയുള്ളൂ. കാരണം ഒരു നടിയോ ഒരു അല്ലെങ്കിൽ ദിലീപിന്റെ കേസിലൊക്കെ അവർ എന്തായിരിക്കും നിലപാടെടുക്കുക എന്നുള്ളതാണ് അത്ഭുതകരമായിരിക്കും ചിലപ്പോൾ. ഈ പറയുന്ന നിലപാടില് മലക്കം അറിയാനും പിന്നെ അവസരത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ തെറ്റുകളെ ന്യായീകരിക്കുകയും ശരികളെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു വളരെ ദയനീയമായ അവസ്ഥയിലൂടെയാണ് മാലാപാർവതി കടന്നു പോകുന്നത്. അവർക്ക് അവരുടെ ഉള്ളിലെ ഭയപ്പാടായിരിക്കാം, എനിക്കിനി അവസരങ്ങൾ കിട്ടുമോ, ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പറഞ്ഞാൽ സിനിമാ ലോബി അല്ലെങ്കിൽ മട്ടാഞ്ചേരി ലോബി തനിക്ക് അവസരങ്ങൾ നിഷേധിക്കുമോ, താനിനി വീട്ടിലിരിക്കേണ്ടി വരുമോ എന്നുള്ള പേടിയാണ്. ഇവർക്ക് കുറേ ചെറുപ്പകാലം മുതലേ ഇവർക്ക് സിനിമയിൽ അഭിനയിക്കാൻ അതിയായ മോഹമുണ്ടായിരുന്നു. പക്ഷേ അവർക്കൊരു എൻട്രി കിട്ടാൻ കുറേ വൈകി. അപ്പം ഇവരുടെ മനസ്സിൽ മുഴുവൻ ഫ്രസ്ട്രേഷൻസൊക്കെ ഉണ്ടാവും. ഒരു നായികയായിട്ട് അഭിനയിക്കാനൊക്കെ ആയിരുന്നു ഒരു പക്ഷേ അവർ മനസ്സിൽ വിചാരിച്ചിരുന്നു. പക്ഷേ അവർക്ക് ആ സമയത്തൊന്നും അവസരങ്ങൾ കിട്ടിയില്ല. അപ്പോൾ ഇപ്പോൾ കിട്ടുന്നത് പ്രായമായ വേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ആ ഒരു സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇതിലൂടെ പുറത്തു വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.